കുര്യാക്കോസ് അച്ഛൻ എന്നോട് 1 മണിക്കൂർ സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളോടുള്ള അഗാധമായ കരുണയെ പ്രതി ഞാനത് ഒരു 3/4 മണിക്കൂറൊക്കെ ആവുമ്പോൾ നിർത്തിയേക്കാം കേട്ടോ. അച്ഛൻ എന്നോട് ഇന്നലെ നിങ്ങളെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും നേതൃത്വ ശുശ്രൂഷയിലുള്ളവരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ എത്ര പേര് കാണും? എന്നോട് പറഞ്ഞു 1500 പേര് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 1500 പേരും കൂടെ നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയാൽ അനുയായികൾ കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, അവർ മിടുക്കരാണ്, അവർ എല്ലാ തരത്തിലും ഈ സമാജത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും നിങ്ങൾ ഇത്രയും പേര് വന്നതിൽ വളരെയേറെ സന്തോഷം. നമുക്ക് ഈ നമ്മുടെ സഭയിലെ നേതൃത്വ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യേണ്ടത് എന്താണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങോട്ടാണ് ഈ നേതൃത്വം കൊടുക്കുന്നത്? ഈ മനുഷ്യർക്ക് സ്വർഗത്തിലേക്കാണ്, അല്ലേ? സ്വർഗത്തിലേക്കാണ് നമ്മുടെ പോക്ക്. ഈ അടുത്ത നാളൊരു ചെറുപ്പക്കാരൻ ഒരു ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, അവൻ വിദേശത്ത് ജോലി ചെയ്യാണ്. അവനെന്നോട് പറഞ്ഞു, പിതാവേ, ഞങ്ങൾ ഇത്രയും വർഷം വേദപാഠമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വർഗമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് തലയിൽ കയറിയിട്ട് അത് അന്യനാട്ടിൽ ചെന്നിട്ടാണ് തലയിൽ കയറിയത്. ഇപ്പോൾ അവനവിടെ മിഷണറിയൊക്കെ ആയിട്ട് ജീവിക്കുക. സ്വർഗമാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ പിള്ളേരോട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നതാണെന്ന് ആരെങ്കിലും പറയൂ? ഇനി ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്നാ പറയും? അവനെന്തോ കുഴപ്പമുണ്ടെന്നേ പറയും, ഇവനെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. പണ്ടൊരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ മോൻ ഇപ്പോൾ കൂടുതൽ ബൈബിള് വായിക്കുന്ന പിതാവേ, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്റ്റിലെങ്ങാനും പോയോ എന്നാണ് ചോദ്യം. അതാണ് നമ്മൾ ഈ ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ ചിന്ത ഇവനെന്തോ കുഴപ്പമുണ്ട്, ഇവനെന്തോ തകരാറുണ്ട്, അവൻ കൂടുതൽ ബൈബിള് പറയുന്നു, അവൻ സ്വർഗത്തിൽ പോകണമെന്ന് പറയുന്നു, അവനെന്തോ കുഴപ്പമുണ്ട്. ആ ഒരു തരത്തിലേക്ക് എത്തി. പണ്ടങ്ങനല്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം പറയും, ആത്മരക്ഷയാണ്, അല്ലേ? ആത്മാക്കളെ രക്ഷിക്കണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വനിതാ സമാജത്തിന് ആൾ കുറഞ്ഞതോ കൂടുന്നതൊന്നുമല്ല, സ്വർഗത്തിൽ പോകാനായിട്ട് ആൾ കുറയുന്നു എന്നുള്ളതാണ്, അല്ലേ? നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ആൾ കുറയുന്നു, അതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഈ ആത്മീയ രംഗത്ത് നേതൃത്വം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഇപ്പോൾ ഞാനിപ്പോൾ മെത്രാപ്പൊലിത്തയായി, 2 കോളേജും കൂടെ അങ്ങോട്ട് പണിതേക്കാം, 3 സ്കൂളും കൂടെ പണിയാം, 10 പള്ളി പണിയാം, അപ്പോൾ വലിയ കുറച്ച് 2 സമ്മേളനം നടത്താം. ഇതൊന്നും പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ ചെന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങോട്ട് മാറി നിൽക്കാൻ പറയും. നിങ്ങളെ ഈ ഗണത്തിലല്ല പെടുത്തിരിക്കുന്നത്, വേറെ ഗണത്തില, മേസ്തിരിമാരുടെ ഗണത്തിലാണ്. പണ്ടൊരു അച്ഛൻ സ്വർഗത്തിൽ പോയി, അച്ഛന്മാരുടെ ലിസ്റ്റിൽ പുള്ളിയുടെ പേര് കാണുന്നില്ല. അപ്പോൾ പറഞ്ഞു, വലിയ സങ്കടമായി, ഞാൻ ഇത്രയും കാലം അച്ഛനായിട്ട് ജീവിച്ചിട്ട് എന്നെ സ്വർഗത്തിൽ ഉടനെ പറഞ്ഞില്ല, വേറൊരു ലിസ്റ്റുണ്ട്, പല ലിസ്റ്റുണ്ട്. അപ്പോൾ അതിനകത്ത് മേസ്തിരിമാരുടെ ലിസ്റ്റിൽ അച്ഛൻ്റെ പേര് കിടപ്പുണ്ട്. അച്ഛൻ ജീവിതകാലം മുഴുവൻ പണിയോട് പണിയായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു വലിയ ബോധ്യം, അവർക്ക് നൽകേണ്ട ഒരു വലിയ ബോധ്യം, മക്കളെ എവിടെ പോയാലും നിൻ്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തരുത്. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്തു ഫലം? അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ലക്ഷ്യം, ആ ഫോക്കസ് നമ്മൾ വിട്ടുപോകാതെ മുന്നോട്ട് പോകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയതയിൽ വളർത്തുക, ദൈവത്തെ മറന്നു പോകാതെ അവരെവിടെയാണെങ്കിലും ജീവിക്കുക. ഞങ്ങൾക്ക് ഈ ജപമാല ചൊല്ലുന്ന പതിവുണ്ട്, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. എന്നോടൊരു അമ്മ പറഞ്ഞു, അവളുടെ വളരെ സ്മാർട്ടായിട്ടുള്ള മിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടിയുണ്ട്. അവളെക്കുറിച്ച് അവളുടെ അമ്മ എന്നോട് പറഞ്ഞു, പിതാവേ, അവളെ എവിടെ പോയാലും എനിക്കൊരു പേടിയില്ല. അവൾ ഹോസ്റ്റലിലൊക്കെ പോയി താമസിക്കുന്നു, അവൾ കോളേജിലൊക്കെ വളരെ ആക്റ്റീവാണ്, അവിടെ കലാതിലകമാണ്, അതാണ് ഇതാണ് ഒക്കെയുണ്ട്. പക്ഷേ അവളെ എവിടെ ഒറ്റയ്ക്ക് വിടാനും എനിക്ക് പേടിയില്ല. കാരണം എൻ്റെ കുഞ്ഞ് എല്ലാ ദിവസവും വൈകുന്നേരം കൊന്തയൊല്ലി പ്രാർത്ഥിക്കും. ഒരമ്മയുടെ ഉറപ്പാണത്, മക്കൾ പ്രാർത്ഥിക്കും. അപ്പോൾ പിന്നെ എവിടെ വിട്ടാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു അടിസ്ഥാനപരമായ ചില ബോധ്യങ്ങൾ രൂപീകരിച്ച് കിട്ടിയാൽ പിന്നെ നമ്മുടെ സമൂഹം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളും എന്നുള്ളതാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഒരു ഗുണം എന്താണ്? നമ്മൾ നേതൃ ശുശ്രൂഷയിലായി, നിങ്ങളെല്ലാവരും നേതാക്കളാണ് കേട്ടോ. കാരണം നിങ്ങളെല്ലാവരും ഒരു കുടുംബത്തെ നയിച്ചവരാണ്, അല്ലേ? കുടുംബത്തെ നയിച്ച് പെൻഷൻ പറ്റിയവർ ഉൾപ്പെടെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ കുടുംബത്തെയും നയിക്കുന്നവരാണ് നിങ്ങൾ, നേതൃത്വം കൊടുക്കുന്നവരാണ് നമ്മളെല്ലാ മേഖലകളിലും. ഈ നേതൃത്വ ശുശ്രൂഷയിലായിരിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്തായിരിക്കണം?
ശാന്തമായിട്ട് ശ്രവിക്കാനുള്ള ഒരു ഗുണമാണ്, ശാന്തതയിൽ ശ്രവിക്കുക. നിങ്ങൾ ഈ മറിയത്തിൻ്റെയും മർത്തായുടെയും കഥ കേട്ടിട്ടുണ്ട് അല്ലേ? ഈശോ മറിയത്തിൻ്റെയും മർത്തായുടെയും ഭവനം സന്ദർശിച്ചു. കർത്താവ് സന്ദർശിച്ചതായിട്ട് പറയുന്ന ചുരുക്കം ചില വീടുകളിൽ ഒന്നാണ്. ആദ്യത്തേത് പത്രോസിൻ്റെ വീട്ടിൽ ചെന്ന് അമ്മായിയമ്മയെ സുഖപ്പെടുത്തി എന്നുള്ളതായിരുന്നു. പണ്ട് ആരോണ്ട് പറഞ്ഞു, ഈ പത്രോസ് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ കാരണം എന്നാന്ന് പിതാവിന് അറിയാവോ? ഞാൻ പറഞ്ഞു ഇല്ല. വല്ല കാര്യം ഉണ്ടായിരുന്നോ കർത്താവിന് പോയി അങ്ങേരുടെ അമ്മായിയമ്മയെ സുഖപ്പെടുത്താൻ? ആ ദേഷ്യം വെച്ചുകൊണ്ടിരുന്നിട്ടാണ് അമ്മായിയമ്മയെ എന്തിനാ സുഖപ്പെടുത്തിയത്, അതുകൊണ്ടാണ് കർത്താവിനെ കർത്താവിനെ തള്ളിപ്പറഞ്ഞത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ ഭവനത്തിൽ സന്ദർശിച്ചു. അത് കഴിഞ്ഞ പിന്നെ സന്ദർശിച്ച ഒരു ഭവനമാണ് ഈ മറിയത്തിൻ്റെയും മർത്തായുടെയും ഭവനം. അവിടെ ചെന്നിട്ട് എന്താണ് സംഭവം? മറിയം നല്ല സുഖമായിട്ടിരുന്ന് ഈശോയുടെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മർത്തായാകട്ടെ പലവിധ കാര്യങ്ങളിൽ മുഴുകി വ്യഗ്രചിത്തയായിട്ടിരിക്കുന്നു. അവളാണെങ്കിൽ അടുക്കളയിൽ പോയി ഭയങ്കര ജോലിയാണ്. എന്നിട്ട് അവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ടോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് കർത്താവിനോട് പറയുക. എന്താണ് പറയുന്നത്? കർത്താവെ, നീ കാണുന്നില്ലേ ഞാനിവിടെ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നു, എൻ്റെ സഹോദരിയോട് വന്ന് എൻ്റെ കൂടെ വന്ന് ജോലി ചെയ്യാൻ പറ. ഞാൻ ഈ അടുത്ത നാൾ വരെ മർത്തായുടെ കൂട്ടത്തിലായിരുന്നു കേട്ടോ. ശരിയല്ലേ? നമ്മൾ ഒരാൾ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നു, മറ്റേ ആൾ പോയി സുഖമായിട്ട് കർത്താവിൻ്റെ അടുക്കലിരുന്ന് വചനം കേൾക്കുന്നു. എന്നാ ഇടപാടായത്, എന്നാ അനീതിയായത്? ഞാൻ മർത്തായുടെ കൂട്ടത്തിലായിരുന്നു. മർത്തായാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത്, ഈ മർത്ത ഇതിനു മാത്രം വെപ്രാളം പിടിക്കാനുള്ള സംഭവം വല്ലതും ഉണ്ടോ? കർത്താവ് വന്ന് ഏതാണ്ടൊരു വെള്ളം എടുത്തു കൊടുത്താൽ മതി കുടിക്കാൻ, അത്രയും മതി. അതിനു വേണ്ടിയിട്ട് ഈ രണ്ടുപേരും കൂടെ അടുക്കളയിൽ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ല. ആരും പണ്ടാരോട് പറഞ്ഞല്ലോ, നോക്കി നിന്ന് അരി വേകുകയല്ല അല്ലേ? എല്ലാവരും കൂടെ വന്ന് കഞ്ഞിക്കലത്തിന് ചുറ്റും നിന്ന് നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അരി വെന്തോളും ഒരു സമയത്ത്, ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ടിരിക്കാം. പക്ഷേ ഈ മർത്തായുടെ പ്രശ്നം, അവൾ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിട്ടിരിക്കുകയാണ്. അവളുടെ മനസ്സ് നിറയെ അസ്വസ്ഥതയാണ്. നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, ഭൂതത്തെക്കുറിച്ചുള്ള ചിന്ത, പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത. നിങ്ങളുടെയൊക്കെയാണെ മനസ്സ് സ്വസ്ഥമാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ഒരുപക്ഷേ ഈ നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതിയും വ്യഗ്രതയും ചിലപ്പോൾ കാണും. മക്കളെക്കുറിച്ചുള്ള വേവലാതി, ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതി, പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതി. അങ്ങനെ വേവലാതിപ്പെട്ട് ടെൻഷൻ അടിച്ച് നമ്മളൊരു 80 വയസ്സാകുമ്പോഴങ്ങ് മരിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു 30-ാം വയസ്സിലെ ഫോട്ടോ എടുത്ത് അവർ പത്രത്തിലിടും. എന്താണ്, ഇയാൾ മരിച്ചുപോയി. അദ്ദേഹം എങ്ങനെ ജീവിതം ആസ്വദിച്ചോ? ഇല്ല, ഒരു സന്തോഷവും ഇല്ലായിരുന്നു. കാരണം എന്നാ, എപ്പോഴും ടെൻഷനോട് ടെൻഷൻ, നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രതപ്പെട്ട് ജീവിക്കുകയാണ്. കർത്താവ് കാണിച്ചു തരുന്ന ഒരു മാർഗം ശാന്തതയുടേതാണ് അല്ലേ? ഗിഫ്റ്റ് ഓഫ് സ്ലോയിങ് ഡൗൺ എന്ന് പറയും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വി നീഡ് ടു സ്ലോ ഡൗൺ. നമ്മൾ അവിടെയാണ് ഈശോയെ കേൾക്കാൻ അല്പം ശാന്തതയോടെ ആയി. നിങ്ങളിപ്പം ശാന്തമായിട്ടിരിക്കുകയാണ്. നിങ്ങൾ പക്ഷേ എന്നെയാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള എനിക്ക് സംശയമുണ്ട്. ഇപ്പോഴും മനസ്സിൽ നൂറുകൂട്ടം ആകുലതകളായിരിക്കും. ആകുലതകളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലർ ചില ആകുലതകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നവരുമുണ്ട്. അങ്ങോട്ടൊക്കെ ചെന്ന് ആകുലത കൂടും, അതുകൊണ്ട് ഇവിടെ തന്നെ വന്നിരിക്കുകയാണ് ഭേദം എന്ന് പറഞ്ഞിരിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ശാന്തതയോടെ ആയിരിക്കാനുള്ള ഒരു കൃപ, അതാണ് ഏതൊരു നേതൃ ശുശ്രൂഷയിലായിരിക്കുന്നവർക്കും വേണ്ട. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആശങ്കപ്പെട്ട് ജീവിതം തീർക്കുന്നവരാണ്. എന്നോടൊരു സഹോദരി പണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കല്യാണം കഴിക്കുന്നോടം വരെ കല്യാണം നടക്കുമോ എന്നുള്ള ടെൻഷനാണ്. നടക്കുമോ ആവും. ഇപ്പോൾ കല്യാണം നടക്കാത്തവർ എത്ര പേരാണ് അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ പുരുഷന്മാർ. ഞങ്ങളൊരിക്കൽ വിവാഹിതരാകാത്ത പുരുഷന്മാരുടെ 40 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരുടെ സമ്മേളനം, പുരുഷന്മാരുടെ സ്ത്രീകളുടെ സമ്മേളനം വിളിച്ചു കൂട്ടി. 900 പുരുഷന്മാരും 20 സ്ത്രീകളും വന്നു. പിന്നെ ആ സ്ത്രീകളാവപ്പാടെ പേടിച്ചു പോയി. അവരുടെ ഫോൺ നമ്പർ മേടിച്ച് ഈ 900 പേരും കൂടെ അവരെ ഫോൺ വിളിക്കാൻ തുടങ്ങി. അവരോർത്തത് ഇവരെല്ലാം വിളിച്ച് ഈ മെത്രാൻ എല്ലാവർക്കും പെങ്കൊച്ചുങ്ങളെ റെഡിയാക്കി കൊടുക്കും, അതിനായിട്ടാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പക്ഷേ അവർ പിന്നെ പേടിച്ചു. അവർ പിന്നെ മീറ്റിങ്ങിന് പിന്നെ വിളിച്ചാൽ പുരുഷന്മാർ മാത്രമേ വരുള്ളൂ, സ്ത്രീകളാരും വരികയില്ല. ആ വഴി വളരെ കുറച്ചേ ഉള്ളൂ. ആണുങ്ങൾ ഇഷ്ടം പോലെ. പണ്ടാണെങ്കിൽ പെണ്ണുങ്ങൾ പുരനിറഞ്ഞ് നിൽക്കുക എന്ന് പറയായിരുന്നു. ഇപ്പോൾ ആണുങ്ങൾ പുരയും നിറഞ്ഞ് മച്ചും പൊളിച്ച് തലയിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു സമയത്തൊന്നും ഇതുങ്ങൾ കല്യാണം കഴിക്കുകയില്ല. അതാണ് ഒരു പ്രശ്നം. പിന്നെ അങ്ങ് നിന്ന് അങ്ങ് പോവുകയാണ്.
ഒന്നാമത് നേരെ പോയി പഠിക്കുകയില്ല. നമ്മുടെ ആണുങ്ങൾക്കുള്ള പ്രശ്നം അതല്ലേ, നേരെ ചൊവ്വേ പഠിക്കുകയില്ല, ഡിഗ്രി എടുക്കുകയില്ല അല്ലേ. 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞ് ഞാനൊരിക്കൽ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കണ്ടു, മിടുകനാ. എന്നോട് ചോദിച്ചു, നീ എന്നാ എടുക്കുക? ഞാൻ ടെക്നിക്കലായിട്ട് പഠിക്കുക. ഞാൻ ചോദിച്ചു, എന്നതാ നീ എന്ത് ടെക്നിക്കാണ് നീ പഠിക്കുക? അവൻ പറയാം, മൊബൈൽ ഫോൺ നന്നാകാൻ പഠിക്കുക. ഞാൻ പറയാം, എടാ ഇത് നന്നായിക്കൊണ്ടിരുന്നാൽ നിനക്ക് പെണ്ണ് കിട്ടുമോ? ഓ, അതിനിപ്പോൾ ആർക്ക് പെണ്ണ് കെട്ടണമെന്ന് അവൻ പറയുന്നു. എന്നിട്ട് വയസ്സ് 40 ആകുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഏതായാലും കല്യാണം നടക്കുമോ എന്നുള്ള ടെൻഷനാണ് ആദ്യം. നടന്നു കഴിയുമ്പം ഇതാണല്ലോ മാതാവേ നടന്നതെന്നുള്ള ടെൻഷൻ. ആരെല്ലാം വന്ന് കണ്ടതാണ്, എന്നിട്ട് എനിക്കിതാണല്ലോ കിട്ടിയത്, അത് ഓർത്ത് വിഷമിച്ചിരിക്കും. പിന്നെയുള്ള ടെൻഷൻ പിള്ളേരുണ്ടാകുമോ എന്നുള്ള ടെൻഷനാണ്. അപ്പോൾ എന്നോടൊരു പെൺകുട്ടി 7 വർഷം കഴിഞ്ഞ് കൊച്ചുണ്ടായ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവേ, കല്യാണത്തിൻ്റെ കാര്യം മാത്രമേ നമ്മൾ ഓർത്തുള്ളൂ, ഈ കൊച്ചുണ്ടാകുന്ന ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോഴാണ് ഓർത്തത്. കാരണം ആദ്യത്തെ വർഷം കുഞ്ഞുണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിൽ ഉൾപ്പെടെ ചർച്ചയാണ്, എന്താണ് അവർക്ക് കൊച്ചുണ്ടാകാത്തത്. ഭയങ്കര ചർച്ചയാണ്, ചർച്ചയോട് ചർച്ച, 100 കൂട്ടം പേരോട് ഉത്തരം പറയണം. ഇതെല്ലാം കേട്ട് മടുത്ത് അവസാനം മാതാവിനോട് പ്രാർത്ഥിച്ച് അവളൊരു കൊച്ചിനെ സംഘടിപ്പിച്ചു. അപ്പോൾ അവൾ പറയുമായിരുന്നു കൊച്ചുണ്ടാകും. അപ്പോൾ കൊച്ചുണ്ടാവുമോ എന്നുള്ള ടെൻഷൻ. ഉണ്ടായി കഴിയുമ്പോഴോ, ഓ ഇതുങ്ങളാണല്ലോ ഉണ്ടായത്. കാരണം എന്നാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കൃത്യം അങ്ങോട്ട് വന്ന 2 ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അതാണ്, പറഞ്ഞാലൊന്നും കേൾക്കുകയല്ല. അങ്ങനെ 2. പിന്നെ അതിൻ്റെ ടെൻഷൻ. പിന്നെ ഇതുങ്ങൾ നേരെ ജീവ വളർന്നു വരുമോ എന്നുള്ളൊരു ടെൻഷൻ. ഇനി വളർന്നു വന്നാലോ ആദ്യം മുതൽ തുടങ്ങും എന്നാ, ഇതുങ്ങളുടെ കല്യാണം നടക്കുമോ ആവും, അങ്ങനെ ടെൻഷൻ അടിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഇതുങ്ങൾക്ക് മക്കളുണ്ടാവുമോ ആവും. ഇങ്ങനെ ടെൻഷൻ അടിച്ച് 80 വയസ്സാകുമ്പം കവളെല്ലാം കൊഴിഞ്ഞ് നമ്മളങ്ങ് മരിച്ചു പോകും. എല്ലാവരും കൂടെ വലിയ മുത്തുകൂടെയൊക്കെ പിടിച്ച് മൂക്കിനകത്ത് പഞ്ഞിയൊക്കെ തിരികെ കയറ്റി നമ്മളെ കൊണ്ടുപോയി അങ്ങ് അടക്കും. അത്രയേ ഉള്ളൂ. നിങ്ങളതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? പിതാവ് ചുമ്മാ വേറെ രാവിലെ വന്ന് വേണ്ടാതീനൊന്നും ഓർപ്പിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിരിക്കുന്നു. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ ശവോടൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കും കേട്ടോ. അത് ഗംഭീരമാണ് ആയിരിക്കും എന്നാണ് പറയുന്നത്. മെത്രാന്മാരുടെ അടക്കൊക്കെ ഗംഭീരമാണ്. മുത്തുകൂടെയൊക്കെ ഇഷ്ടം പോലെ പിടിക്കും. നമ്മളെ ജീവിതകാലത്ത് ചീത്ത പറഞ്ഞവനൊക്കെ വന്നൊന്ന് മുത്തുകൂടെ പിടിക്കും. പിന്നെ വലിയ വണ്ടി, വലിയ കാര്യങ്ങൾ, ഇഷ്ടം പോലെ റീത്ത് ഒന്നും വരണ്ട, അത് പോട്ടെ, വിഷയം മാറിപ്പോവും. അപ്പോൾ ഈ ടെൻഷൻ അടിച്ചുള്ള ജീവിതമാണ്. നമുക്കൊരല്പം ശാന്തതയുണ്ടെങ്കിലേ കൂടെയുള്ളവരെയൊക്കെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തുള്ളൂ. കൂടെയുള്ളവരെയൊക്കെ ഉൾക്കൊള്ളണം അല്ലേ, അതാണ് നേതൃത്വം. നിങ്ങൾ വനിതാ സമാജത്തിലായിരിക്കുമ്പം കൂടെയുള്ളവരെ എല്ലാം ചേർത്ത് പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകണം. അതിനകത്ത് എല്ലാവരും ഒരുപോലെ പെരുമാറുന്നവരൊന്നും അല്ല അല്ലേ. നമ്മുടെയൊക്കെ വീടുകളിൽ എന്ന അവസ്ഥ 5 ആണെങ്കിൽ 25 സ്വഭാവമാണ് അല്ലേ. അതൊക്കെ മാനേജ് ചെയ്യുന്നവരാണ് നിങ്ങൾ കേട്ടോ. അമ്മമാരാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതേ കഴിവുകളാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ചിലരുടെ ഒരു സ്വഭാവത്തിൽ തന്നെ അതുണ്ട്. എല്ലാവരെയൊക്കെ കേട്ട് വളരെ സോഫ്റ്റായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരെയൊക്കെ ചേർത്ത് നിർത്തി കൊണ്ടുപോകും. ചിലരെ കാണുമ്പോൾ നമുക്ക് ഓർക്കും ഇവർക്കൊരു മീശയുടെ കുറവ് മാത്രമേ ഉള്ളൂ, ഭയങ്കര പുരുഷത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വാ ഭയങ്കര കമാൻഡിങ് ആണ്, ഒരു സ്നേഹമില്ല, ഒരു അമ്മത്വം ഇല്ല അല്ലേ, ഒരു വാത്സല്യമില്ല. വാത്സല്യം സ്ത്രീയായി ജനിച്ചതുകൊണ്ട് മാത്രം വാത്സല്യം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പുരുഷനായി ജനിച്ചതുകൊണ്ട് പിതൃവാത്സല്യം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാനുള്ളൊരു കഴിവാണ് നേതൃ ശുശ്രൂഷയിലുള്ളവർക്കുണ്ടായിരിക്കേണ്ടത്. എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു കഴിവ്. വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുമോ? അതാണ് നമ്മുടെ മുമ്പുള്ളൊരു ചോദ്യം. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഒരു ശാന്തതയുടെ ഒരു അനുഭവം. ഈശോ എന്നാ പറഞ്ഞത്? മർത്ത നീ പലതിനെക്കുറിച്ചും വ്യഗ്രചിത്തയായിരിക്കുന്നു, എന്നാൽ മറിയമാകട്ടെ മെച്ചമായിട്ടുള്ളത് തിരഞ്ഞെടുത്തു. അവളാണ് മെച്ചമായിട്ടുള്ളത് തിരഞ്ഞെടുത്തത്. അവൾ അവിടെ ഇരുന്ന് വചനം കേൾക്കുകയാണ്. നമുക്ക് മറ്റുള്ളവരെ ശ്രവിക്കാനുള്ള ഒരു വലിയ കഴിവ്. നിങ്ങൾ പള്ളിയിലൊക്കെ വരുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാർ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേട്ടിരുന്നോളും. 1957 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാലും നിങ്ങൾ തിരിച്ചു ചോദിക്കാതെ എല്ലാം കേട്ടിരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു വലിയ ഉറപ്പ്. പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ അത്രയും ഉണ്ടോ എന്നുള്ളതാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ കെട്ടിയവും പറയുന്നു അതേപടി അങ്ങോട്ട് കേൾക്കുമോ. അത് കല്യാണത്തിൻ്റെ ആദ്യത്തെ 2-3 ദിവസമൊക്കെ അല്ലേ പറഞ്ഞാൽ കേൾക്കും. ചക്ക കാണിച്ചിട്ട് മാങ്ങ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണോ മാങ്ങ എന്നേ നമ്മൾ ചോദിക്കത്തുള്ളൂ. പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് തലക്കിട്ട് എറിയാൻ തുടങ്ങുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ക്രിയേറ്റീവ് ലിസണിങ്, എല്ലാവരോടും ഉള്ള ഒരു ക്രിയേറ്റീവ് ലിസണിങ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ
നമ്മളൊരു ക്രൈസ്തവ ചൈതന്യത്തിൽ അവരെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ സന്ദേശത്തിൻ്റെ അനന്യത എന്താണ് എന്ന് പഠിപ്പിക്കണം. എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പിതാവേ, ക്രിസ്ത്യൻ ആയിരുന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ പിള്ളേരെല്ലാം എപ്പോഴും അങ്ങനെ ചോദിക്കുക, ഞങ്ങൾക്ക് എന്നാ കിട്ടും? ഒരു ക്രൈസ്തവനായതുകൊണ്ട് എന്താണ് വ്യത്യാസം, എന്താണ് ഗുണം? ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ക്രൈസ്തവനായതുകൊണ്ട് നിനക്ക് കിട്ടുന്ന അടിസ്ഥാനപരമായ ഒരു ഗുണം ജീവിക്കാനുള്ള ധൈര്യമാണ്. അത് എന്നിട്ട് കർത്താവ് പോയി കുരിശ് മരിച്ചു, പാവം എല്ലാവരും കൂടെ പോയി കുരിശ് തറച്ചു കൊന്നില്ലേ, പിന്നെ എന്നാ ജീവിക്കാനുള്ള ധൈര്യം? 33-ാമത്തെ വയസ്സ് മരിച്ചില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, മോനെ, 33-ാമത്തെ വയസ്സ് വരെ അവിടുന്ന് തികവോടെ ജീവിച്ചു. അതാണ് ജീവിക്കുന്ന കാലത്തോളം ധീരതയോടെ ജീവിക്കാൻ. എന്നിട്ട് കർത്താവ് എന്താ ചെയ്തത്? അവിടുത്തെ കുരിശിൽ തറച്ചു കൊന്നു. ആ കുരിശിനെ മഹത്വത്തിൻ്റെ ചിഹ്നമാക്കി അവിടുന്ന് മാറ്റി. നമ്മുടെ സുവിശേഷം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവർ, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സാധനം. സുവിശേഷം എന്ന് പറഞ്ഞാൽ പാപം, ശിക്ഷ എന്നൊക്കെ ചിലരതൊക്കെ വലിയ ഇതാണ്, ഇത് ഭയങ്കര പാപമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷെ സുവിശേഷം രക്ഷയുടെ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത്, ധൈര്യത്തിൻ്റെ ഒരു സന്ദേശമാണ് തരുന്നത്. സുവിശേഷത്തിൽ ജീവിക്കുന്ന നല്ല ധീരതയോടെ ജീവിക്കും. അവനെ ഭയപ്പെടുത്താനായിട്ട് പട്ടിണിയോ മരണമോ നഗ്നതയോ വാളോ ആപത്തോ ഒന്നിനും പറ്റുകയില്ല. കർത്താവായ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താൻ ഇവയ്ക്കൊന്നും സാധിക്കുകയില്ല. കാരണം നല്ല ധൈര്യമാണ്. നമ്മളോട് കർത്താവ് പറഞ്ഞത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുരന്തങ്ങളും മാറ്റിത്തരുന്നതാണോ? അല്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ബെയാറ്റിറ്റ്യൂഡ്സ്, അതായത് സുവിശേഷ ഭാഗ്യങ്ങളുടെ അവസാനത്തെ വാക്യം എന്താ? നിങ്ങളെ അന്യായമായി മനുഷ്യരെ തടങ്കൽ വയ്ക്കുകയും കള്ളസാക്ഷ്യം പറയുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കും. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരോട് പറഞ്ഞാൽ പറയാം, അതൊക്കെ അങ്ങ് പള്ളി പറഞ്ഞാൽ മതി, പിന്നെ ഇവിടെ അങ്ങ് പീഡിപ്പിക്കുമ്പോൾ സന്തോഷിക്കുവിൻ. ഇതൊന്നും വലിയ ഭാഗ്യം വല്ലതും ആണോ? പക്ഷേ അതിലൂടെ പറയുന്ന ഒരു സന്ദേശം എന്താണ്? നല്ല ധൈര്യമായിട്ട് ജീവിക്കണം. നീ ഭയപ്പെടരുത്, കുരിശിനെ നീ ഭയപ്പെടരുത്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പം പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ആപത്ത് എന്നാണെന്നറിയാമോ? ഒന്നാമത് നമ്മളൊരു ന്യൂനപക്ഷമായി. നമ്മൾ 27% ഉണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947. നമ്മളെല്ലാവരും കൂടെ അധ്വാനിച്ച് അത് 17 ഇനി ഇപ്പം സെൻസസ് എടുത്ത 14 ഉള്ളെന്നാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറഞ്ഞു വരികയാണ്. നമ്മുടെ മക്കളെ ജനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം, അതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കോ മണ്ടത്തരം പറ്റി, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കെങ്കിലും മക്കൾ വേണം. ഈ ഒരു 3 മക്കളുള്ളവരൊക്കെ ഇന്ന് കൈവയ്ക്കുക ഇതിനകത്ത്. ഇവിടെ ഒത്തിരി പേരുണ്ടോ? എന്നാലും പോരാ കേട്ടോ, 3-1 പോലും ഇല്ല കൈതാത്തിൽ. 4 ഉള്ളവർ കൈവക്കാവോ? വേണ്ടേ 2, 3. ഇനിയിപ്പോൾ 5 ഞാൻ ചോദിക്കുന്നില്ല. 5 ഉണ്ടോ ആർക്കെങ്കിലും? അവർക്ക് അവാർഡ് കൊടുക്കണമെന്ന് പറയും. ആരുമില്ല കേട്ടോ. 3 പേർക്ക് വേണേൽ പ്രത്യേക സമ്മാനം കൊടുക്കാം. ഞാൻ ഇന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. സമ്മാനം കൊടുക്കേണ്ടതാണ് 3 മക്കളുള്ളവർക്ക്. 5 ഉണ്ടോ? 4 ഉണ്ട് കേട്ടോ, കൊള്ളാം. ഞാനിപ്പം ഞങ്ങളുടെ ചെറുപ്പക്കാരോടൊക്കെ പറയാറുണ്ട്, എൻ്റെ പൊന്നു മക്കളെ, നാം 2 നമുക്ക് 5. അവരത് പറയത്തില്ല. അവർ നാം 2 പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും. നമുക്ക് 5 നിങ്ങൾ ഇതാ പറയത്തില്ല. ഒരു 5 മക്കളൊന്നും ഇല്ലാതെ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ നിലനിൽക്കുമെന്ന് നിങ്ങളാരും ചിന്തിച്ചേക്കരുത് കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് വലിയ സാമ്പത്തികമായി സുസ്ഥിരതയുണ്ടാവണം, അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര കണക്കൂട്ടലുകളെല്ലാം നടത്തി കുഞ്ഞുങ്ങളെയൊക്കെ ജനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യേ? ഇപ്പം സമാജംകാരെല്ലാം വീട്ടിൽ പത്രവും വായിച്ചിരിപ്പുണ്ട്. രാവിലെ പത്രം നേരെ പിടിച്ച് വായിക്കും, ഉച്ച കഴിയുമ്പം തല തിരിച്ച് പിടിച്ച് വായിക്കും. കാരണം ഇഷ്ടം പോലെ സമയം വെറുതെ ഇരിക്കുകയാണ്, ബോറടി. പിന്നെ കെട്ടിയവൻ്റെ മുഖവും കാണണ്ട ഈ പത്രം ഇങ്ങനെ പിടിക്കുമ്പം. അത് ഭയങ്കര ബോറായതുകൊണ്ട്. അപ്പോൾ വായനയോട് വായന. ആരാണ്ട് പറഞ്ഞ പോലെ പലരും എഴുത്തമ്മമാരായെന്ന്. എഴുത്താണ്, തല ഉയർത്തുന്നില്ല. കാരണം മടുപ്പാണ്, പരിപാടിയൊന്നുമില്ല, വീട്ടിൽ ഇരിക്കുക. ഞാനിങ്ങനെ ഓരോ ഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പം ചിലർ സ്നേഹത്തോടെ മക്കളെയൊക്കെ വീഡിയോ കോളിൽ വിളിച്ച് കാണിക്കും. ആ പിള്ളേർ പറയുന്ന ഭാഷ നമുക്ക് പോലും മനസ്സിലാകത്തില്ല. ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഇംഗ്ലീഷൊന്നും നമുക്ക് പോലും പിടികിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഈ അമ്മച്ചിക്ക് പിടികിട്ടുമോ? ഇല്ല. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ആരാണ് കാരണക്കാരായി? എൻ്റെ മോൻ അമേരിക്കയിലാന്നൊക്കെ എന്നാ ഗമയ്ക്കാ പറഞ്ഞു നടക്കുന്നേ. എന്നിട്ട് ഈ പിള്ളേർ എന്ത് ചെയ്യേ? ഒരു പിടിയില്ല.
അതാണ് നമ്മുടെ ഒരു നമ്മൾ തന്നെ സ്വയം കുഴി കുഴിച്ചുകൊണ്ട്, അതിന് വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ കുഴി കുഴിച്ച് ഈ പോക്ക് പോയാൽ ജനസംഖ്യയെല്ലാം കുറഞ്ഞ് രാഷ്ട്രീയക്കാരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യാത്ത ഒരു കാലം വരും. കാരണം അവർക്ക് വോട്ടുള്ളവൻ്റെ പിന്നാലെ അവർ പോകും, അവരെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്ത വേണം. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് പിള്ളേർ കുറഞ്ഞു പോയെന്ന് ഞാൻ പറയാം. വളർത്താൻ ധൈര്യമില്ലാണ്ട് പോയി, അത്ര തന്നെ. എൻ്റെ അപ്പനും അമ്മയ്ക്കും 7 മക്കളുണ്ടായിരുന്നു, 7ാമനാണ് ഞാൻ. നിങ്ങളുടെ ടൈപ്പ് വല്ലോ മാതാപിതാക്കളായിരുന്നെങ്കിൽ ഞങ്ങളുടെ 4 പേരുടെ കാര്യം ഭയങ്കര തൃശങ്കുയിലായിപ്പോയാൻ അല്ലേ. 7ാമനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. അപ്പോൾ ആരാണ്ട് പറഞ്ഞു ഞങ്ങളുടെ സഭ രക്ഷപ്പെട്ടേനെയാണ്. 7ാമൻ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ സഭ രക്ഷപ്പെട്ടേനെ. കാരണം അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ധൈര്യമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കാരണവന്മാർക്ക് 12 മക്കളും 16 മക്കളും ഒക്കെ ഉണ്ടായത് വലിയ സാമ്പത്തിക സുരക്ഷിതത്വവും അവർക്ക് പഠിക്കാനായിട്ട് വലിയ AC, എയർ കണ്ടീഷൻ, സ്കൂളും ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല. അവർക്ക് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം, അത്ര തന്നെ. അതാണ് ഈ നാട്ടിൽ, നമ്മുടെ മധ്യ കേരളത്തിൽ ഇത്രയും മക്കളെ എല്ലാവരെയും കൂടെ വളർത്താൻ സ്ഥലമില്ലാണ്ടായപ്പോൾ എല്ലാവരും കൂടെ കെട്ടി മലബാറിന് പോയി. അവിടെ ചെന്ന് മലമനിയെല്ലാം പിടിച്ച് ആദ്യം ചെന്നവരെല്ലാം മരിച്ചുപോയി. എന്നിട്ട് നിർത്തിയോ? ഇല്ല, പിന്നെയും പോയി. നല്ല ധൈര്യമുള്ള ഒരു ജനതയായിരുന്നു ക്രൈസ്തവ സമൂഹം. ഇപ്പം നമ്മുടെ പിള്ളേർക്ക് വല്ലതിനും ധൈര്യമുണ്ടോ? ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ല. അതാണ്, ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഇതുങ്ങളെ പൊതിഞ്ഞ് വളർത്തി പ്ലാസ്റ്റിക് കൂട്ടിലിട്ട് പിള്ളേരെ വളർത്തുന്ന പോലെ വളർത്തി. ഒരു ജോലിയും ചെയ്യിക്കത്തില്ല, അവന് ഒന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെ മിടുക്കരാകുന്നത് ജീവിതത്തിലെ കുരിശുകൾ എടുത്താണ് അവർ മിടുക്കരാകുന്നത്. ധൈര്യം എടുക്കുന്നത് എങ്ങനെയാണ്? ജോലിയൊക്കെ ചെയ്താണ്. അവൻ്റെ കൈയും കാലും ഒക്കെ നല്ല ഇപ്പം നമ്മുടെ എത്ര ആൺപിള്ളേർ സ്വന്തം തുണി കഴുകും? വളരെ കുറവാണ്. കാരണം എന്നാ? നമ്മുടെ ന്യൂജൻ മമ്മിമാർ അവിടെ 2 ചിൽഡ്രനേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും തുണി കഴുകാനുള്ള സമയം എനിക്കുണ്ട്. അതുകൊണ്ട് ന്യൂജൻ മമ്മി കാറും ഒക്കെ ഓടിച്ച് മമ്മിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു കൊച്ചു കാർ മേടിച്ച് കൊടുത്തിരിക്കുന്നു. അതൊക്കെ ഓടിച്ച് ആ എൻജിനീയറിംഗ് കോളേജിലോട്ടൊരു പോക്കുണ്ട്. എന്തിനാണ്? കൊച്ചേ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കൊച്ചേ തൊട്ടിലിനകത്തോട്ട് ഇട്ട ആട്ട മോൻ ആൺകുട്ടിയാണ്. അപ്പോൾ പിന്നെ വാത്സല്യം ശകലവും കൂടെ കൂടും. അവനെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല, അവനെ കൊണ്ട് ചെയ്യിക്കത്തില്ല. അവൻ അവിടെ എൻ്റെ കൊച്ചിന് പഠിക്കാൻ ഒത്തിരി ഉള്ളത് കൊണ്ട് അവൻ അലക്കാൻ നേരമില്ല. അതുകൊണ്ട് അവനെ ഇട്ട് നാറ്റിച്ച് കുറേ തുണിയെല്ലാം അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് എടുത്തു വെക്കാൻ പോലും അവൻ അറിയത്തില്ല. അതെല്ലാം ഈ അമ്മ ചെന്ന് ഏണ്ട തിരിശേഷിപ്പ് പെറുക്കി എടുക്കുന്നത് പോലെ എടുത്ത് ഒരു ബാഗിലാക്കി ഒരു പുതിയ സെറ്റ് ഡ്രസ്സൊക്കെ കൊച്ചിന് കൊടുത്ത് കവളത്തൊരു നുള്ളും കൂടെ കൊടുത്തിട്ട് അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് വരിക. ഇവനൊന്നും അറിയത്തില്ല. ഇവന് കൈ അലക്കാൻ അറിയത്തില്ല, ഇവന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ല, ഇവന് ആരെങ്കിലും കൊണ്ട് കൊടുത്താൽ തിന്നും. ഇവന് പൈസയുടെ വില അറിയത്തില്ല. അതാണ് ഏറ്റവും സങ്കടം. പണത്തിൻ്റെ വില അറിയത്തില്ല. ഒരു ജോലി ചെയ്യാൻ അവന് ധൈര്യമില്ല. അവനോട് മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യ. നമ്മുടെ ന്യൂജൻ മമ്മി വയ്യാണ്ട് കിടക്കുക, അവനും അമ്മയ്ക്ക് മരുന്ന് വേണം. മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ അവനെ പറഞ്ഞു വിട്ടാൽ അവൻ പോയി ചോദിക്കുന്ന പലചരക്ക് കടയിലാണ്. അവന് മരുന്ന് കടയാണെന്ന് പോലും അറിയത്തില്ല. അത് ഞാൻ ചോദിച്ചു, അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു വരും. അത്ര തന്നെ. നമ്മൾ പ്രായോഗിക ബുദ്ധിയില്ലാത്ത, പരിശീലനമില്ലാത്ത കുറേ കുഞ്ഞുങ്ങളെയെല്ലാം ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഇതുങ്ങളുടെ വിഭവശേഷിയെ തളർത്തുകയാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ ക്രൈസ്തവ കുടുംബങ്ങളിലാണ് ഈ പിള്ളേരുടെ പാമ്പറിങ് എന്ന് പറയും. ഇവരെ ലാളിച്ച് വഷളാക്കുന്ന പരിപാടി ഇച്ചിരി കൂടിപ്പോയി നമ്മുടെ കുടുംബങ്ങളിലാണ്. കാരണം 1ഉം 2ഉമേ ഉള്ളൂ. അതേസമയം പെൺപിള്ളേർ ശകലം കൂടെ മിടുക്കലാണ്. നമ്മുടെയൊക്കെ പെൺപിള്ളേർ നല്ല സ്മാർട്ടാണ്. കാരണം എന്നാ, അവർ ഈ അടുക്കളയിലൊക്കെ കയറി അമ്മയുടെ കൂടെ ജോലിയൊക്കെ ചെയ്ത് ശകലമെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഒക്കെ അവരങ്ങ് മിടുക്കരായിക്കോളും. ആൺപിള്ളേരെ ഇങ്ങനെ നമ്മൾ പുറകെ നടന്ന് കൊച്ചി രാജാവിൻ്റെ കൊച്ചുമോനെ പോലെ വളർത്തി അവസാനം അവൻ രാജകുമാരനും അവൻ കൽപ്പിക്കലും ഒക്കെയാണ്. അമ്മ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിൻ്റെ ദാസി
അടിയത്തി പറഞ്ഞു അരുളി ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തി വഷളാക്കുകയാണ്. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഈ കുരിശിൻ്റെ സന്ദേശം എന്നൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ പള്ളി മാത്രമല്ല കേട്ടോ, അത് ജീവിതത്തിലുണ്ട്. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, ധീരതയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തമായ വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണത്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്നവന് സ്നേഹം കൂടുതലാണ്, അവന് ധൈര്യം കൂടുതലാണ്, അവന് സാധാരണ തിരിച്ചടികളൊന്നും അവന് പ്രശ്നമല്ല. അവന് രോഗം വന്നാലും ദുരിതം വന്നാലും അവൻ്റെ ജീവിതത്തിൽ വേർപാടുകൾ ഉണ്ടായാലും വിശ്വസിച്ച്, കുരിശിൽ മരിച്ച് ഉയർത്ത കർത്താവിൽ വിശ്വസിച്ച് അവൻ അതിനെയെല്ലാം നേരിടുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ക്രൈസ്തവ സമൂഹങ്ങൾ എവിടെല്ലാം രൂപപ്പെട്ടോ അവിടെ നമ്മളെ മാത്രം ഓർത്ത ആൾക്കാരല്ല. നമ്മൾ പൊതുസമൂഹത്തിനു വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് വളർത്തിയ ചരിത്രമാണ് ക്രൈസ്തവ സഭകൾക്കുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാവർക്കും ജാതി മത ഭേദമന്യേ ഒരു ബെഞ്ചേലിരുന്ന് പഠിക്കാൻ അവസരം കൊടുത്തത് നമ്മുടെ ക്രൈസ്തവ വിദ്യാലയങ്ങളാണെന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. നമ്മൾ എന്തുകൊണ്ടത് ചെയ്തു? ക്രൈസ്തവ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ കൊച്ചിയിൽ ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമാണ്. നമുക്കറിയാം, നമുക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുന്ന ഒരു വിശാലമായ സംസ്കൃതിയാണ് ക്രൈസ്തവ സന്ദേശം നമുക്ക് നൽകുന്നത്. നമ്മുടെ സ്കൂളുകളിൽ ആരെല്ലാം വന്ന് പഠിക്കുന്നു, അവിടെയെല്ലാം അവരവരുടെ മൂല്യങ്ങളുമായിട്ട് തന്നെ വന്ന് സെക്യുലർ മൂല്യങ്ങളെ സ്വന്തമാക്കി പോകുന്ന ഒരു സംസ്കാരം. പക്ഷേ നമുക്ക് ഓരോ സ്കൂളിനും ആ സ്കൂളിൻ്റെതായ ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ട്. അത് പാലിക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എല്ലാ ക്രൈസ്തവ സ്കൂളുകളും ഹിജാബ് നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. പല സ്കൂളുകളിലും ഹിജാബ് ധരിച്ചുകൊണ്ട് വരാം, ധരിക്കാതെ വരാം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതൊന്നും ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം വിശാലമായ മനസ്സോടെ ഈ പൊതു സംസ്കാരത്തെ വളർത്തിയെടുത്ത ചരിത്രമാണ് നമ്മുടേത്. ഇവിടുത്തെ ഒരു പ്രശ്നം ശരിക്കും ഒരു സ്കൂളിൻ്റെ ഡിസിപ്ലിനുമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് അവർ തീർത്തേനെ നന്നായിട്ട്. പക്ഷെ അതിലേക്ക് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും തലങ്ങൾ കടത്തിവിട്ട് അതിനെ ഒരു വല്ലാത്ത വിവാദമാക്കി ആളിക്കത്തിച്ച് കേരള സമൂഹത്തിൽ ധ്രുവീകരണം വരുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അത് നമ്മുടെ ഒരു വലിയ സ്നേഹത്തിൻ്റെ സംസ്കാരത്തെ മറ്റൊരു ഇരുട്ടിൻ്റെ ഒരു മറവിൽ നിർത്താനായിട്ടുള്ളൊരു പരിശ്രമമാണത്. അവിടെ അതൊരു അച്ചടക്ക പ്രശ്നമാണ്. അതൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പലും ഒരു കുട്ടിയുടെ മാതാപിതാക്കളും കൂടെ തീർക്കേണ്ട വിഷയമേ ഉള്ളൂ. അതിങ്ങനെ പത്രത്തിൽ വരാനും വലിയ വലിയ അഭിപ്രായങ്ങൾ പറയാനും മാത്രമുള്ള ഒരു ഇഷ്യൂ ഒന്നുമല്ല. പക്ഷേ അതെല്ലാം ഈ കേരള സമൂഹത്തിൽ ഇന്ന് ഇത്രയും പ്രശ്നമായിട്ട് മാറുകയാണ്. നമ്മൾ ഓർക്കണം, 150 വർഷങ്ങൾക്ക് മുമ്പ് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഒന്നിനും അവകാശങ്ങളില്ലാഞ്ഞ കാലത്ത് അവർക്കായി സംസ്കൃത സ്കൂള് തുടങ്ങിയ ചാവറയച്ചൻ്റെയൊക്കെ ധൈര്യമാണ് സാമൂഹികമായ പരിഷ്കാരങ്ങളുടെ ഒരു തുടക്കമാണ് നമ്മുടെ ചരിത്രമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ആദരിക്കുന്ന, എല്ലാവരുടെ വിശ്വാസങ്ങളെയും അതുപോലെ മാനിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിലൊക്കെ കൊടുക്കാൻ നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ നേതൃത്വ ശുശ്രൂഷയിൽ വരുമ്പോൾ നമ്മൾ കൃത്യമായിരിക്കണം. നമ്മുടെ ക്രൈസ്തവ സന്ദേശം എന്താണ്? ഈശോ മിശിഹ ആരാണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവരാനും എല്ലാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നല്ല ജീവിക്കാൻ ധൈര്യമുള്ള ഇടങ്ങളായിട്ട് മാറണം, കഴിവുകളെ വളർത്താൻ ധൈര്യമുള്ള ഇടങ്ങൾ. ഇപ്പം നിങ്ങൾ ഈ വനിതാ സമാജത്തിൽ വരുമ്പോഴും നമുക്കൊക്കെ ഒരു വലിയ അവസരമുള്ളത്, ഒന്നാമത് ആണുങ്ങൾ ഇതിനകത്ത് അധികം വരികയില്ല, പുരുഷന്മാരൊന്നും ഇല്ല. അതിൻ്റെ ഒരു വലിയ സന്തോഷം നമുക്ക് കാണും.
പിന്നെ നമ്മുടെ കഴിവുകളെല്ലാം വളർത്താനായിട്ട് സാധിക്കുകയാണ്. നല്ല ഡാൻസുകാരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇച്ചിരി പ്രായമായെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ, ഇതിനകത്ത് ഇരിപ്പുണ്ട്. പണ്ട് കാലത്ത് നല്ല ചിലർ പറയുന്നത് കല്യാണം കഴിച്ച് കെട്ടിയവൻ്റെ കൂടെ കൂടിയ പിന്നെ ഡാൻസ് വേണം. അയാൾ പറയുന്നത് അല്ലേലും നിനക്ക് ഇച്ചിരി ഡാൻസ് കൂടുതലാണ്, ഇവിടെ മര്യാദയ്ക്ക് നിന്നോണം എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഡാൻസ് എല്ലാം നിർത്തി. പിന്നെ പള്ളിയിൽ വനിതാ സമാജം തുടങ്ങിയ പിന്നെ ആ ഡാൻസ് മത്സരത്തിൽ പങ്കെടുത്തപ്പോഴാണ് അതിന് അവസരം കിട്ടിയത്. അവിടെയാണ് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ചെറുപ്പക്കാരമ്മമാരുണ്ട്, പ്രായമുള്ള അമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ അവസരങ്ങൾ കൊടുക്കാൻ, എല്ലാവർക്കും വളരാനുള്ള ഒരു സാഹചര്യം കൊടുക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ചില പാർട്ടികളുണ്ട്, ഈ ചെറുപ്പക്കാർ അമ്മമാർ വനിതാ സമാജത്തിലും മാതൃസമാജത്തിലും ഒന്നും വരികയില്ല. അതിൻ്റെ കാരണം എന്നാ? ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവേ, അമ്മായിയമ്മ ഇപ്പോൾ ഒരു വീട്ടിൽ മാത്രം മതിയല്ലോ, വെറുതെ എന്നാത്തിനാണ് ഈ പള്ളി കോമ്പൗണ്ടിലോട്ട് കൊണ്ടുവരുന്നത്? കാരണം പുള്ളിക്കാരത്തിയുടെ അമ്മായിയമ്മയാണ് ഇതിൻ്റെ പ്രസിഡൻറ്റ് ഇടവകയിൽ. അവരുടെ കീഴിൽ ഇനിയും അവിടെ പോയി ഇരിക്കാൻ വയ്യ. പിന്നെ അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും, ബൈബിളൊക്കെ വ്യാഖ്യാനിക്കും. അത് കേൾക്കുമ്പോൾ ഞാൻ തന്നെ കണ്ണുപിടിച്ച് നോക്കും, അയ്യോ ഈ പറയുന്നത് എൻ്റെ അമ്മായിമ്മ തന്നെയാണോ ഈ സുവിശേഷം പറയുന്നത്? അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒഴിവാക്കാനായിട്ട് എന്നെ അടുക്കും ഈ ചെറുപ്പക്കാരി പിള്ളേരൊന്നും വരികയില്ല. യഥാർത്ഥത്തിൽ അവർക്കും കൂടെ ഒക്കെ കൂടുതൽ അവസരമൊക്കെ കൊടുത്ത്, അവർക്കും കൂടെ വഴിമാറിക്കൊടുക്കാനുണ്ടെങ്കിൽ വഴിമാറിക്കൊടുത്ത്, പുതിയ പുതിയ ആൾക്കാർ, പുതിയ പുതിയ ചെറുപ്പക്കാർ ഒക്കെ ഇതിൻ്റെ നേതൃ ശുശ്രൂഷയിലേക്കൊക്കെ കടന്നു വന്ന് പുതിയ ആശയങ്ങളൊക്കെ വന്ന് അങ്ങനെ ഒരു നല്ല ജീവനുള്ള ഒരു സമൂഹമാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ ക്രൈസ്തവ സന്ദേശം താലന്തുകളെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ആഹ്വാനമാണ്. താലന്തുകളുടെ ഉപമ നിങ്ങൾക്കറിയാം അല്ലേ? 5 10 2 4 1 കിട്ടിയവൻ കുഴിച്ചിട്ടു. കർത്താവ് പറഞ്ഞു തന്നെ, നീ കുഴിച്ചിട്ടതാണ് പ്രശ്നം, നിനക്ക് 1 കിട്ടിയെന്നുള്ളതല്ല, നീ അത് കുഴിച്ചിട്ടു. നിനക്കത് വേണമെങ്കിൽ പലിശക്കാർക്ക് കൊടുക്കാറുണ്ട്, പലിശയിലും കിട്ടുമായിരുന്നു. എന്നോടൊരു ചേട്ടൻ പറഞ്ഞു, ഈ ക്രിസ്ത്യാനികൾ സാമ്പത്തികമായിട്ട് ഉയരാത്തതിൻ്റെ കാരണം, അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്കില്ല കേട്ടോ, അത്യാവശ്യമൊക്കെ ഉയർന്നിട്ടുണ്ട്. ഉയരാത്തതിൻ്റെ കാരണം നിങ്ങൾ അച്ഛന്മാരും മെത്രാന്മാരും അയനാ? അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കയറുന്നതാണ്. ഇതൊക്കെ വായിച്ച് കേട്ടാൽ പിന്നെ ആരെങ്കിലും ധനവാനാവുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ താലന്തുകളുടെ ഉപമയെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്തുവാ? അതൊന്നും വായിച്ചിട്ടില്ല. ഈ ഒട്ടകത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്നതാ? അതായത് നിനക്ക് താലന്തുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ അത് വർദ്ധിപ്പിക്കണം. അത് നിന്റെ കടമയാണ്. അത് നിന്റെ കടമയാണ്. നിന്റെ കഴിവുകളെല്ലാം വർദ്ധിപ്പിക്കണം. നിങ്ങളെല്ലാം, നമുക്കെല്ലാം ഒത്തിരി കഴിവുകളുള്ള അമ്മമാർക്കാണ് അപ്പന്മാരെക്കാളും കഴിവുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എത്ര പേരെയാണ് ഈ അമ്മമാർ മാനേജ് ചെയ്യുന്നത് അല്ലേ? അയ്യോ, അത് രാവിലെ എഴുന്നേറ്റ് അവർ തുടങ്ങുകയല്ലേ. ഞങ്ങളുടെയൊക്കെ കാലത്ത്, ഞങ്ങളൊക്കെ കൊച്ചായിരുന്ന കാലത്ത് ഗ്യാസ് അടുപ്പില്ല. അപ്പോൾ ഈ വിറക് തീ പിടിപ്പിക്കാനായിട്ട് അമ്മ നടത്തുന്ന ഒരു യുദ്ധമുണ്ട്. അതൊരു ഭയങ്കര യുദ്ധമാണ്. അത് രാവിലെ എഴുന്നേറ്റ് വിറകെ തീ പിടിപ്പിക്കാനുള്ള യുദ്ധം. അതെല്ലാം കഴിയുമ്പോൾ അമ്മയുടെ വെളുത്ത മുഖമൊക്കെ കറുത്തിരിക്കും. കാരണം ഈ ചാരം എല്ലാം കൂടെ അടിച്ച് അമ്മ തുടങ്ങുകയാണ്, യുദ്ധം തുടങ്ങുകയാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങുകയാണ്. പിള്ളേർക്കെല്ലാം കാപ്പി കൊടുക്കണം, ഇതായി കെട്ടിയോനെ എഴുന്നേൽപ്പിക്കണം. പുള്ളിയും കൊച്ചു കുഞ്ഞല്ലേ, പിന്നെ പുള്ളി എഴുന്നേൽപ്പിച്ച് വലുതേൽപ്പിച്ച് ജോലിക്ക് വിടണം, പിള്ളേരെ ഒരുക്കി വിടണം. ഇതെല്ലാം ഈ അമ്മ ചെയ്യും ഒരേ സമയത്ത്. അതിൻ്റെ ഇടയ്ക്ക് പശു, പിന്നെ ആട്, ഫസ്റ്റ് പാർട്ടികൾ. പിന്നെ ഒരു 8 മണിയാകുമ്പം പറമ്പിൽ പണിയാനായിട്ട് 2 ചേട്ടന്മാരും വരും, അവരെയും മാനേജ് ചെയ്യണം. പക്ഷേ ഇതെല്ലാം ഈ അമ്മമാരാണ് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ല മാനേജർമാർ അമ്മമാരാണെന്ന് പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്തേ കേട്ടിരിക്കുന്ന ഒരു കൈയടിക്കരുതോ നിങ്ങൾക്ക്? ഞങ്ങളുടെ കാര്യമൊന്നും ആയിരിക്കില്ല. ഈ പിതാവ് പറയുന്ന വേറെ ആരാണ്ടരുടെ കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഏറ്റവും വലിയ മാനേജർമാർ നിങ്ങളാണ് കേട്ടോ. നിങ്ങളെ കൊണ്ടേ ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ വളരെ സന്തോഷമായിട്ട് നമുക്ക് താലന്തുകളൊക്കെ വർദ്ധിപ്പിച്ച് എല്ലാവർക്കും വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് ഈ വനിതാ സമാജം മാറണം. നമ്മുടെ കൂട്ടത്തിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് എല്ലാവരും കൂടെ ചിന്തിക്കണം. അത് പ്രായമുള്ളവരെ 3-4 പേര് വട്ടം കൂടിയിരുന്ന് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ ചിന്തിച്ചാൽ അവർക്കൊന്നും കിട്ടത്തില്ല. അവർ പറയും, നമുക്കൊന്നുകൂടെ ദൈവത്തിന് സ്തോത്രം പാടാം, ഒച്ചത്തിൽ പാടാം, അങ്ങനെ പാടിയാലൊന്നും ഇതുങ്ങൾ വരികയില്ല. അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചാലേ വരത്തുള്ളൂ. അതുപോലെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളൊരു ധൈര്യം അല്ലേ, അതും സുവിശേഷാത്മകമായ ഒരു വലിയ മൂല്യമാണ്. നിനക്കുള്ളതെല്ലാം നീ പങ്കുവയ്ക്കുക. യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തിൻ്റെ കാതൽ എന്താണ്? സെൽഫ് ഗിഫ്റ്റാണ്. ഈശോ
സ്വയം ദാനമായി നൽകി, അല്ലേ? നമ്മളെല്ലാം രക്ഷിക്കാൻ അവിടുന്ന് കുരിശിൽ സ്വയം യാഗമായി. അതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. അപ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ദാനം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രൈസ്തവ സന്ദേശം ജീവിക്കുമ്പോൾ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഈ പങ്കുവയ്ക്കാനുള്ളൊരു കഴിവാണ്. ഉള്ളതൊക്കെ പങ്കുവയ്ക്കാൻ. അത് സമ്പത്ത് മാത്രമല്ല, സമയം പങ്കുവയ്ക്കാൻ, ആരോഗ്യം പങ്കുവയ്ക്കാൻ, കഴിവുകൾ പങ്കുവയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടയിൽ ദരിദ്രരുണ്ടാവില്ല. നമ്മുടെ ഇടയിൽ ദരിദ്രരുണ്ടാകുന്നത് നമ്മുടെ ഇടയിൽ പങ്കുവയ്ക്കാൻ മനസ്സുള്ളവരുടെ എണ്ണം കുറയുമ്പോഴാണ്. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ദരിദ്രരുടെ എണ്ണം കൂടുകയാണ്. ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരും തോറും ദരിദ്രരുടെ എണ്ണവും കൂടുന്നു എന്ന് പറയുമ്പോൾ സാമ്പത്തിക അസമത്വം അവിടെ കൂടുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? അടിസ്ഥാനപരമായി പങ്കുവയ്ക്കപ്പെടുന്നില്ല. ഉള്ളവരിങ്ങനെ കൂട്ടി പോവുകയാണ്, പങ്കുവയ്ക്കുന്നില്ല, കൂടെ ചേർത്ത് വളർത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ നമ്മളെ കൂടുതൽ ധൈര്യമുള്ളവരാകാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുന്നതാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ കുട്ടികൾ, ക്രൈസ്തവ കുട്ടികൾ, നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന് അവരെ ഒന്നും നമുക്ക് നാട്ടിൽ കാണാനില്ല. ഒത്തിരി പേര് വിദേശത്ത് പോവാണ്. അവരെ നമുക്ക് രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ മക്കളെ കാണാനില്ല. നല്ല രാഷ്ട്രീയക്കാരുണ്ടായാലേ ഭരണം നന്നാവത്തുള്ളൂ. അതുപോലെ ഭരണരംഗത്ത് IAS IPS സിവിൽ സർവീസ് രംഗത്ത് നമ്മുടെ കുട്ടികൾ വളരെ കുറവേ ഉള്ളൂ. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടേത് വളരെ കുറവാണ്. അതുപോലെ ശാസ്ത്രജ്ഞരുടെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികൾ വളരെ 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 കുറവാണ്. നല്ല മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ നമ്മുടെ എണ്ണം കുറഞ്ഞു വരുന്നു. നമ്മുടെ മറ്റു മേഖലകളിലൊക്കെ നമ്മുടെ നല്ല കച്ചവടക്കാരുടെ ഇടയിൽ നമ്മുടെ എണ്ണം കുറഞ്ഞു വരിക. നമ്മുടെ മക്കളൊന്നും കച്ചവടത്തിലേക്ക് വരുന്നില്ല. നല്ല കൃഷിക്കാരുടെ ഇടയിൽ നമ്മുടെ ആൾക്കാരില്ല. കൃഷി ഗുണമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഉപേക്ഷിച്ചു പോവുക. പിന്നെ നമ്മൾ എവിടെയാണ് നമ്മുടെ പിള്ളേർ? ഞാൻ ഈ പള്ളികളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഈ യോഗം എല്ലാം കൂടി പള്ളിയുടെ മതിൽ കെട്ടുന്നതും പിന്നെ ഇവിടെ ടൈലിടുന്നതും അവിടെ പിന്നെ പെയിൻ്റ് അടിക്കുന്നതും മാത്രം ചർച്ച ചെയ്ത് പോയാൽ പോരാ. നിങ്ങളുടെ മക്കളൊക്കെ എവിടെ പോയി ഒളിക്കുക എന്ന് ചർച്ച ചെയ്യണം. നിങ്ങളുടെ വലിയ പഠിക്കാൻ മിടുക്കരായ കുട്ടികളുണ്ടല്ലോ, അവരെ എവിടെ പോയാൽ പഠിക്കുന്നേ? അവരെന്താ ചെയ്യുന്നേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് ആകെപ്പാടെ അറിയാവുന്ന 2 എൻട്രൻസ് പരീക്ഷയുള്ളൂ. എന്തുവാ? നീറ്റും കീമും തീർന്നു. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന 18 സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിൽ 1-2 കേരളത്തിലുണ്ട്. തിരുവനന്തപുരത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി IIST, പിന്നെ ISER ഉണ്ട്. ഞാൻ പിള്ളേരോട് ചോദിക്കും, മക്കളെ ഇവിടെ ഇല്ല, കേട്ടിട്ടില്ല. അത് തിരുവനന്തപുരത്താണ്. അതിന് ഏത് എൻട്രൻസ് എഴുതേണ്ടത്? അറിയത്തില്ല. കീം എഴുതിയാൽ മതിയോ, നീറ്റ് എഴുതിയാൽ മതിയോ എന്ന് ചോദിക്കും. പോരാ, അതിന് CUET എന്ന് പറഞ്ഞൊരു എൻട്രൻസ് ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല. നമ്മുടെ പിള്ളേർ ഒരു യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒരു സ്വപ്നത്തിൽ, അത് നിങ്ങളാ പറഞ്ഞു കൊടുക്കുന്നത്. എന്നതാ? ഇത്രയും പെട്ടെന്ന് കാശുണ്ടാക്കണം, എന്നിട്ട് എന്നാ എടുക്കണം? അല്ല, അതിങ്ങനെ ബാങ്കിൽ ഇടണം. എന്നിട്ട് പിന്നെയും കാശുണ്ടാക്കണം, എന്നിട്ട് എന്നാ എടുക്കണം? പിന്നെയും ബാങ്കിൽ ഇടണം. എന്നാൽ ഇതുകൊണ്ട് ക്വാളിറ്റിയോടുകൂടി ജീവിക്കാൻ പഠിപ്പിക്കുക. നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? നമ്മൾ പൊതുസമൂഹത്തിൽ നമ്മുടെ സാന്നിധ്യം കുറഞ്ഞു വരികയാണ്. പൊതുസമൂഹത്തിൽ നമ്മുടെ സാന്നിധ്യം കുറഞ്ഞു. എന്നിട്ട് നമ്മളിങ്ങനെ കരഞ്ഞ് പിഴിഞ്ഞ് ഇവരുടെ എല്ലാം പുറകെ നടക്കുക, രാഷ്ട്രീയക്കാരുടെ പുറകെ നടക്കുക. അയ്യോ, ഞങ്ങളെ പരിഗണിക്കുന്നില്ല. ആളുണ്ടെങ്കിൽ കാണാമായിരുന്നു, അവരൊക്കെ നമ്മുടെ പുറകെ വന്നേനെ. ഇത് ആളുമില്ല, ഒന്നുമില്ല. ഉള്ളതുങ്ങളെല്ലാം പിന്നെ വിദേശത്ത് വിടുക. ഇപ്പോൾ പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വിദേശത്തുനിന്ന് ഓരോ ആശാന്മാർ തിരിച്ചു വന്നു തുടങ്ങി. തിരിച്ചു വരുമ്പോഴോ ഒരു വലിയ സമ്മാനവുമായിട്ട് അവർ വരുന്നത്. എന്താണെന്നറിയാമോ? 40 ലക്ഷം രൂപ കടം. കാരണം വിടാനായിട്ട് 40 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുത്താണ് വിട്ടത്. അവിടെ ഒരു ജോലിയൊന്നും കിട്ടാതെ വന്നിരിക്കുക. 40 ലക്ഷം രൂപ കടം. ഇതെങ്ങനെ വീട്ടാനാ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും പേടി വരും. ഇത് എങ്ങോട്ടാ ഈ പോക്ക്? ഉള്ളവരുടെ എല്ലാം കൊണ്ടുപോയി പ്രമാണം, വീടും പറമ്പും എല്ലാം കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് കാശ് ഉണ്ടാക്കി കൊച്ചിനെ കയറ്റി വിടുക. അവിടെ ഏതാണ്ട് സ്വർണം വെച്ചിരിക്കുന്നു, അങ്ങോട്ട് എന്നാൽ മതി. അപ്പം നമുക്കിങ്ങനത്തെ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത കുറച്ച് പ്രതീക്ഷകളുമായിട്ട് ഈ ക്രിസ്ത്യാനി ഇങ്ങനെ അങ്ങ്
തളർന്നു പോകുന്ന പോലെ എനിക്കൊരു തോന്നലുണ്ട് കേട്ടോ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ അത്ര തളരാൻ സമ്മതിക്കുക, പക്ഷെ നമ്മളോട് സഹകരിക്കണം അല്ലേ, നമ്മളോട് സഹകരിക്കണം. കർത്താവ് നമ്മളോട് 2 കൽപ്പന തന്നു. ഒന്ന്, പെരുകി ലോകം കീഴടക്കുമെന്നാണ് പറഞ്ഞത്. കൂടുതൽ മക്കളെയൊക്കെ ജനിപ്പിച്ച് ലോകം കീഴടക്കി, അത് നമ്മൾ നിർത്തി. പെരുകണ്ട, അത് മോശമാണ്. 2ാമത്തെ കൽപ്പന ലോകമെങ്ങും പോയി സുവിശേഷം പറയാനായിട്ടാണ്, അതും നമ്മൾ ചെയ്യത്തില്ല. പിന്നെ എങ്ങനെ ദൈവം നമ്മളെ സഹായിക്കും? കർത്താവ് പറഞ്ഞ 2 കാര്യവും നമ്മൾ ലംഘിച്ചു. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ധൈര്യം കൊടുക്കുന്ന രീതിയിൽ അതിന് എന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രം ഈ ധൈര്യം ഇല്ലാത്തത്, അതും കൂടെ പറയേണ്ടി ഞാൻ അവസാനിപ്പിക്കുക. അതായത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം മക്കൾ കണ്ട് വളരുന്നില്ല. മക്കളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എന്നാണെന്നറിയോ? പണമല്ല പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മയും കൂടെ ഒരുപോലെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം. പക്ഷേ നമ്മുടെ പിള്ളേർ ചെറുപ്പം മുതൽ, അവർക്ക് ഓർമ്മ ഇല്ലാത്ത കാലം മുതൽ അവർ വീടുകളിൽ കാണുന്നത് എന്നതാ? വഴക്ക്. 2 പേരും കൂടെ വഴക്ക് പിടിക്കുന്നു, പിണങ്ങിയിരിക്കുന്നു, കുറ്റം പറയുന്നു, പിന്നെ ഭക്ഷണം ഉണ്ടാക്കാതിരിക്കുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, പിന്നെ ചീത്ത വിളിക്കുന്നു, അപ്പനെ പറയുന്നു, അമ്മയെ പറയുന്നു. ഇതാണ് കേട്ടോണ്ടിരിക്കുന്നത്. നെഗറ്റീവ് മൈൻഡായി പോവുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഞാനൊരു മിടുക്കി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അവളെ ഞാൻ വേറൊരു രാജ്യത്ത് വെച്ച് കണ്ടു. പിന്നീട് എനിക്കറിയാവുന്ന നല്ല കുടുംബമാണ്, നല്ല സ്നേഹമുള്ള മാതാപിതാക്കളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കേട്ടോ, അവർ നല്ല മനുഷ്യരാണ്. അവളെന്നോട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അതിനടി നീ അങ്ങനെ പറയുന്നത്, ഒരു കുഴപ്പമില്ലല്ലോ, നിൻ്റെ അപ്പനും അമ്മയൊക്കെ എന്നാ നല്ല മനുഷ്യരാ. പറഞ്ഞു അവൾ പറയുക, എൻ്റെ പപ്പ ഒറ്റയ്ക്ക് നിന്നാൽ ലോകത്തിലെ ഏറ്റവും നല്ല പപ്പായാ പിതാവേ, എൻ്റെ മമ്മി ഒറ്റയ്ക്ക് എടുത്താൽ ലോകത്തിലെ ഏറ്റവും നല്ല മമ്മിയാണ്, പക്ഷേ ഇതുങ്ങൾ 2ഉം കൂടെ കൂടിയാൽ ലോകത്തിലെ ഏറ്റവും മോശം മാതാപിതാക്കളാണ്. എന്നും വഴക്കാ, കാശിന് കുറവില്ല. ഈ വഴക്ക് കണ്ട് 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 ഈ കൊച്ച് അവൾക്ക് ആദ്യം തന്നെ പെണ്ണ് കാണാൻ വന്ന പയ്യനെ ഉറപ്പിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, കർത്താവ് എന്നെ കൈവിട്ടില്ല, വഴക്ക് പിടിക്കാൻ അറിയാത്ത ഒരു പയ്യനെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മൾ വലിയ കുഴപ്പമില്ലെന്ന് കരുതുന്ന സാധാരണ കുടുംബങ്ങളിലെ മക്കൾ പോലും എത്രമാത്രം അവരുടെ മനസ്സ്, അവർക്കൊക്കെയാണ് ഈ കുടുംബത്തിൽ വന്നിരിക്കാനും മാതാപിതാക്കളുടെ സുരക്ഷിതത്വം കിട്ടാനും അവർക്കൊക്കെ പൊന്നിഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ അവർക്ക് നിങ്ങളുടെ ഈ വഴക്കും വക്കാണും ഈ കുറ്റം പറച്ചിലും നെഗറ്റീവ് സ്പിരിറ്റ് ഉണ്ടല്ലോ വീടുകളിലെ, അത് മടുപ്പിക്കുകയാണ് നമ്മുടെ മക്കളെ. അതുകൊണ്ട് നമ്മൾ ഈ സുവിശേഷവും പിന്നെ വനിതാ സമാജവും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതുപോലെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിലൊക്കെ വന്ന് പാട്ടൊക്കെ അങ്ങോട്ട് പാടി ഗംഭീരമായിട്ടൊക്കെ പോയി ഒക്കെ കഴിയും. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ സ്നേഹമായിട്ടും കുറച്ചുകൂടെ ക്ഷമയോടെയും ഒക്കെ പ്രവർത്തിച്ച് കുറച്ചുകൂടെ തമാശകളൊക്കെ പറയണം. നിങ്ങൾ വീട്ടിൽ പോയി തമാശയൊക്കെ പറയുമോ? നിങ്ങൾ ആകെപ്പാടെ തമാശ പറഞ്ഞ് ഇവിടെ വന്നിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ആണുങ്ങളുടെ ഒരു സ്വഭാവമുണ്ട്, ഞങ്ങൾ വളരെ ഗൗരവക്കാരോ വീട്ടിൽ വന്നാൽ മിണ്ടത്തില്ല. ഞങ്ങൾ പുരുഷന്മാരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതികൾ. ഞങ്ങളുടെ ഈ കവിളത്ത് 23 പേശികളുണ്ട്, അത് ഞങ്ങളുടെ 22 എണ്ണവും തളർന്ന് കിടക്കുകയാണ്. അവശേഷിക്കുന്ന ഒരെണ്ണം കൊണ്ട് ചിരിച്ചാൽ അത് ചിരിയാണെന്ന് തോന്നത്തുമില്ല, പുച്ഛമാണെന്നേ തോന്നത്തുള്ളൂ. ഇതൊക്കെയാണ് പ്രശ്നം. അത് ആണുങ്ങളും കൂടെ വേണം, എന്നാലേ ഇത് ശരിയാവത്തുള്ളൂ. ഇത് വനിതാ സമാജത്തിൽ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, ഇവർ സമ്മതിക്കുമായിരിക്കും പല കാര്യങ്ങൾക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസം കുറയാം. പോസിറ്റീവ്സ് ഒരു എനർജി കിട്ടിയാലേ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ധൈര്യത്തോടു കൂടി ഇടപെടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സെക്രട്ടറി അച്ഛനും ചാടി ഓടി വരുന്നുണ്ട്, ഇനി നിൽക്കരുത് പിതാവേ, അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി, എന്നോട് വളരെ കരുണയോടുകൂടി നിങ്ങളെല്ലാവരും ശ്രവിച്ചിരുന്നു. എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.